ചേച്ചി അവര് വന്നിട്ടുണ്ട്. ചേച്ചി കുറച്ച് കാപ്പിയിട്. പിന്നെ ചെറുക്കനെ കാണാൻ നല്ല ഭംഗിയാ. എന്റെ ഭഗവതി, ഇതെങ്കിലും ഒന്നും നടന്നാ മതിയായിരുന്നു. പെണ്ണിന്റെ ഇളയതാ. എന്ത് ചെയ്യുന്നു? പിന്നെ ഞാനിവിടെ തട്ടാരുടെ കൂടെ ഇരുന്ന് പണിയാ. അതെ, പിന്നെ ഇവർക്ക് അടുത്ത വണ്ടിക്ക് ടൗണിലേക്ക് പോകാനുള്ള സെറ്റപ്പിലാ. കുറെ ദൂരം പോകാനുള്ളതല്ലേ. അച്ഛനെ വിളിക്ക്. അച്ഛൻ ഇപ്പൊ വരും. അച്ഛാ, ചേച്ചിയെ കാണാൻ നാരായണൻ ചേട്ടനോട് രണ്ടുപേരും വന്നിരിക്കുന്നു. അതിനായിരിക്കും കാപ്പി ഉണ്ടാക്കിയത്. ഞാനൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് മതി കാപ്പിയും ചായയൊക്കെ. ആ തട്ടാരെ, ഇതാണ് ഞാൻ പറഞ്ഞ ചെറുക്കൻ. ഇത് അമ്മാവൻ. ചെറുക്കൻ അണ്ടി കമ്പനിയിലാ ജോലി. 900 രൂപ ശമ്പളമുണ്ട്. 25,000 രൂപയും 10 പവന്റെ ആഭരണവും കൊടുക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണോ തമാശ പറയുന്നത്? തട്ടാർക്ക് എപ്പോഴും ഒരു തമാശ. 25,000 ഉളുവായും 10 പവന്റെ പൊന്നും ഇവിടെ എടുത്ത് കെട്ടി വെച്ചിരിക്കല്ലേ. എന്റെ മോൾക്ക് എന്നാ ഒരു കുഴപ്പം? തട്ടാടെ ഈ സ്വഭാവം കൊണ്ടാ. മോൾക്ക് 18 വയസ്സായി, വെച്ചോണ്ടിരുന്നു. എന്നെ മോളെ, കാശൊന്നും വാങ്ങാൻ കെട്ടാൻ വരുന്നത് കെട്ടിയാ മതി. ഇനിയിപ്പോ ഇയാള് പറയണോ? വന്നാട്ടെ, നമുക്ക് വേറെ സെറ്റപ്പ് ചെയ്യാം. ഒരു തട്ടാര് വന്ന് നാട്ടിൽ വേറെ പെമ്പുള്ളാത്ത പോലെ. അയ്യോ, അവൾക്ക് ആശാനല്ലോ. ആശ വരട്ടെ. നിന്റെ ആശാൻ വരുന്നത് നിൽക്കാൻ എനിക്ക് നേരമില്ല. ഞാൻ വേറെ കടയിൽ കൊടുത്തോളാം. എന്റെ പൊന്നു ചേച്ചിയല്ലേ, പിണങ്ങി പോവല്ലേ. ചേച്ചി ഇവിടുത്തെ സ്ഥിരം കസ്റ്റമർ അല്ലേ. നിനക്ക് അളവെടുക്കാൻ അറിയോ? അറിയാമോന്നോ? ചേച്ചിക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ എടുക്കാം. ഈശ്വര, ഇവനും അളവെടുപ്പ് തുടങ്ങിയോ? ബ്ലൗസ് കഴിക്കുന്നുണ്ട് അരവണ്ണം എടുക്കുന്നത്. ഞാൻ വരുന്നത് വരെ ക്ഷമിക്കാൻ രുക്മിണിക്ക് ഇത്ര ക്ഷമയില്ലാതെ പോയല്ലോ. വരൂ, നമുക്ക് വിശദമായിട്ട് അളവെടുക്കാം. വരൂ. ஐயா, கும்பிடுறேன் சாமி. இது யாரு? கருப்பையாவா? என்னவா சௌக்கியம் தானா? ஆமா சாமி. இது யாரு? நம்ம இளைய பொண்ணு காமாட்சி. அப்படியா? உனக்கு ഇത്രയും വലിയൊരു മകളുണ്ട് അറിഞ്ഞില്ലല്ലോ. കറിയാ, നീ വന്നില്ലല്ലോന്ന് ഞാൻ നിனைச்சிருக்காയിരുന്നു. വേറെ 3-4 പാർട്ടി ഇങ്ങ வந்து நான் யாருக்கும் கொடுத்தில்லை. ரொம்ப உபகாரம் சாமி. உனக்கு தெரியுமா, முட்டம் நிறைய பொண்ணு இருக்கு. 2 வருஷத்துக்கு முன்னால நீ மட்டும் இங்க வந்து பொண்ணு எடுத்தது. அதுக்கப்புறம் யாருக்கும் கொடுக்கலையா? பணம் எத்தனை சாமி? விலை என்னண்டா? நீ ஒரு 1000 ரூபாய் போடும். 1000 ரூபாயா? என்ன சாமி இது? இந்த மண்ணை முழுசா அடிச்சா கூட 1/4 பவுனுக்கு மேல பொண்ணு கிடைக்காது. நான் ஒரு 250 ரூபாய் தர்றேன் சாமி. போயா, 250 ரூபாய். போய் வேலை பாரு. அப்படி எல்லாம் சொல்லாதீங்க சாமி. இந்த மாதிரி ஏதாவது கிடைச்சாதான் இந்த பொண்ணோட கல்யாணமே நடக்கும். கடைசியா ஒண்ணு சொல்றேன், 500 ரூபாய் விடு. அதை இவ்வளவு ஓர்த்துட்டா, இவ்வளவு கல்யாணம் பண்ணி ரட்சப்பட்டேன். சாமி, நான் ஒரு 400 ரூபாய் தர்றேன் சாமி. அவ்வளவுதான் எங்க கிட்ட இருக்கு. மேற்கொண்டு ஒரு தம்படி கூட கிடையாது சாமி. சரி சரி கொடு. இந்தாங்க சாமி. വേല ഉറങ്ങിക്കോ. എന്തിനാ പാവങ്ങളെ പറ്റിക്കുന്നത്? കഴിഞ്ഞ ആഴ്ചയില്ല അച്ഛൻ മണ്ണിടിച്ച് പൊന്നെടുത്തത്. ഒരു വീക്കിയാൻ പറ്റുന്നുണ്ടല്ലോ. கருப்பையா, எப்படி இருக்க? ஒண்ணும் கிடைக்கிற மாதிரி இல்லையே சாமி. கிடைக்கும் கிடைக்கும்.
നന്നായി പാരുങ്ക. ஏதாவது கவிதம் கண்டியா? ஏதாவது பாம்பா படுத்தாரியா? എന്നാ പാമ്പാ? ഇങ്ങ പാമ്പ് പെടുത്താറൊന്നും വരാതെ. നീ കനവ് കണ്ടതായിരിക്കും. തൂക്കത്തിൽ എന്നോ പടുത്തേക്കോ. சாமி, ஒரு பொடி பொண்ணு கூட கிடைக்கல சாமி. கொடுத்த ரூபாய திரும்ப கொடுங்க சாமி. ഒന്നും കടിച്ചില്ലേ? ഏമാറ്റം വേണ്ട. എല്ലാം ഞാൻ കാണാതെ ഒതുക്കിയിട്ടുണ്ടാവും. இல்ல சாமி, நீங்க எங்க வேணாலும் பாத்துக்கங்க சாமி. വേണ്ട വേണ്ട, நீங்க പറഞ്ഞ പടിയെല്ലാം ഞാൻ ചെയ്തിരിക്കേ. அப்படியெல்லாம் சொல்லாதீங்க சாமி. பாதி ரூபாயாவது திருப்பி கொடு சாமி. ஊருக்கு திரும்பி போறதுக்கு காசு கிடையாது சாமி. പോ പോ പോ. என் பொண்டாட்டி கட்டுத்தாலிய அடமானம் வச்சு வாங்கிட்டு வந்த பணம் சாமி. தயவு செய்து கொடுங்க சாமி. ഇനി എന്റെ തനി സ്വഭാവം എടുക്കണേ. വാലാലുകള് വലിഞ്ഞു കയറി വരും, എന്നിട്ട് കിടന്ന് കരയും. പാവങ്ങള്, അവരുടെ രൂപ കൊടുത്തേക്കച്ച. അവർക്ക് ഒരു പൊടി പൊന്നു പോലും കിട്ടിയില്ല. അവരെയൊക്കെ ചതിച്ച ഈശ്വരങ്ങളും ഉണ്ടാവും. നീ എന്നെ പഠിപ്പിക്കണ്ട. അവർ വന്നു കയറിയപ്പോ തുടങ്ങിയ എന്റെ അനുകമ്പ. അച്ഛൻ ദുഷ്ടനാ, കള്ളന. എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേ? കള്ളനല്ലോ. നിന്റെ അച്ഛൻ കള്ളനാ. ഇതിനകത്ത് കണ്ടുപോകുന്നുണ്ട്. ആർക്കും വേണ്ടെന്ന് അമ്മൂട്ടിയുടെ മുഖത്ത് നോക്കി തട്ടാക്കുട്ടിക്ക് പറയാൻ കഴിയോ? ഭഗവതി കാവില് രണ്ടു നേരം തൊഴാൻ പോകുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല. നീരാഹാരം കഴിച്ച് തിങ്കളാഴ്ച വ്രതം നോക്കുന്നതും എനിക്ക് വേണ്ടിയിട്ടല്ല. തട്ടാക്കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയ പിന്നെ ഈ അമ്മൂട്ടി ജീവിച്ചിരിക്കുന്നുണ്ടോ? ഇനി ഇങ്ങനത്തെ വിചാരങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പ് തരണം. താലിയാട്ടിയ പോരാ, എനിക്ക് ഉറപ്പ് തരണം. ഉറപ്പ്.
ഉദ്ദേശം? നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞു. നീ മാത്രം. നീ എന്നാ വന്നത്? ഇന്നലെ. നിന്റെ കെട്ടിയവൻ ഇപ്പോഴും തുണിമില്ലി തന്നെ പണി. ആ, തങ്കപ്പേട്ട് നാളെ വൈകിട്ടേ എത്തൂ. ചേട്ടൻ നേരത്തെ വരാത്തതിന് ഞാനും കിടന്ന് തുടല് പൊട്ടിക്കുക. 2 ദിവസമായിട്ട് നിനക്ക് തീരെ സുഖമില്ല. ആശുപത്രിയിൽ ചെന്ന് ഡോക്ടറെ കാണാൻ പറഞ്ഞാ അതും കേൾക്കില്ല. ഞാൻ അരയ്ക്കാൻ ചേച്ചി. രണ്ട് ദിവസം ആശുപത്രി പോയി കിടക്കാൻ പറഞ്ഞ കിടന്നാൽ എന്താ? ഞാൻ ആശുപത്രിയിൽ പോയി കിടന്ന മോളെ സ്കൂളിൽ അയക്കലോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മുടങ്ങൂല്ലേ? ഓ, അത് സാരല്ല. അതിനിവിടെ അമ്മുല്ലേ? അല്ലേ അമ്മു? ഏതായാലും നീ ഒരാഴ്ച പോയി ആശുപത്രി കിടക്ക്. ഞാൻ പോണു. വരട്ടെ അമ്മു. നിന്നെ ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിച്ചാലേ എനിക്ക് സമാധാനമുള്ളൂ. ആശുപത്രി പോയി കിടക്കാൻ പറഞ്ഞത് എന്തിനാണെന്ന് എനിക്കറിയാം. നിന്റെ ചേട്ടന്റെ സ്വഭാവം അങ്ങനെയായി പോയി. ചേച്ചി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം ചേച്ചി. ഉണ്ണി, ഉണ്ണിയില്ലേ? ഇല്ല. ഉണ്ണി പറഞ്ഞിട്ട് ഞാനൊരു ആലവാല് മറിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഇവിടെ ആർക്കും വേണ്ട. നിങ്ങൾ കാരണം അച്ഛനെയും അവൻ എപ്പോഴും തല്ലുകൊള്ളുന്നത്. എന്നോടൊന്ന് എത്ര ദേഷ്യം. ആലവാല് തന്നേക്കട്ടെ, കൊടുത്തേക്കാവോ? ഇവിടെ ആർക്കും വേണ്ടെന്ന് പറഞ്ഞില്ലേ? 2 ബ്ലൗസ് തയ്ക്കണം. തയ്ക്കാലോ? അകത്തേക്ക് കയറൂ, അളവെടുക്കാം. അളവ് ബ്ലൗസ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ ഓണത്തിന് തയ്പ്പിച്ച ബ്ലൗസ് അല്ലേ? അത് ശരിയാവില്ല. ഓരോ ബ്ലൗസ് തയ്ക്കുമ്പോഴും അപ്പപ്പ അളവെടുക്കണം. എങ്കിലും നന്നാവൂ. അകത്തേക്ക് പൊക്കോളൂ. ഇങ്ങോട്ട് വരിക. അങ്ങോട്ട് പൊക്കോളൂ. ഞാൻ പിന്നാലെ ഉണ്ട്. കൊല്ലാനും ഒന്നും അല്ലല്ലോ. കൊച്ചാപ്പി എടുത്താ പോരെ? അവന് ബട്ടൺസ് തയ്ക്കാനല്ലേ അറിയൂ? ആശാന് ഞാൻ നന്നായിട്ട് എടുക്കാം. ആശാന് അമ്പലം. പിന്നെ ആശാനെ അമ്മൂട്ടി വരുന്നുണ്ട്. ഓ, എന്നാ ഈ പ്രാവശ്യം അളവ് വേണ്ട, ബ്ലൗസ് മതി. ചെല്ലേ ചെല്ലേ. എന്ന് തരും? എന്നാ വേണേ തരാം. ചെല്ലേ. അമ്മൂട്ടിക്ക് ഇതിലേതാ ഇഷ്ടം? എന്തിനാ നീ പറയുന്നേ? ശരാ, എന്നാ ഇതുകൊണ്ട് നിനക്ക് ഞാൻ നല്ലൊരു ബ്ലൗസ് തയ്ച്ചു തരാം. ഇത് ഓരോരുത്തരും തയ്ക്കാൻ കൊണ്ടുവന്ന തുണിയല്ലേ? എനിക്കൊന്നും വേണ്ട. നീ ഇതിട്ട് നടന്ന നല്ല ചന്തായിരിക്കും. ആശാനെ അളവ് എടുക്കണോ? ഇടയ്ക്ക് സംസാരിക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇത് ഞാൻ നിനക്ക് തയ്ച്ചോണ്ട് വരും കേട്ടോ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? ചേച്ചി, ചേച്ചി എന്തിനാ കരയുന്നത്? ഞാൻ കരഞ്ഞില്ലല്ലോ. ജാനുവിന്റെ കല്യാണത്തിന് ചേച്ചി പോയില്ലേ? ഇല്ല. എന്താ ചേച്ചി പോവാത്തെ? ചേച്ചിക്ക് ഇഷ്ടമല്ലാഞ്ഞിട്ടാ? അതല്ലുണ്ണി, ഞാൻ അവിടെ ചെല്ലുമ്പോ ഓരോരുത്തരും ചോദ്യം ഉണ്ടാവും. കല്യാണമൊന്നും ആയില്ലേ, എന്താ നടത്താത്തെന്നൊക്കെ. എന്നെ കൊണ്ടാവില്ല. പറഞ്ഞു മടുത്തോ. ചേച്ചിയുടെ കല്യാണം അച്ഛൻ നടത്താഞ്ഞിട്ടല്ലേ? സ്ത്രീധനം കൊടുക്കാൻ അച്ഛനടുത്ത് പൂത്ത പണം ഉണ്ടല്ലോ, അച്ഛൻ കൊടുക്കൂല. ഇങ്ങനത്തെ ഒരു അച്ഛൻ പിന്നെ ആർക്ക് വേണ്ടി അതൊക്കെ ഉണ്ടാക്കുന്നേ? ഞാൻ അച്ഛനോടൊന്ന് ചോദിക്കട്ടെ? വേണ്ടുണ്ണി, ഇനി അതും പറഞ്ഞ് അച്ഛന് തല്ലുകൊള്ളണ്ട. അല്ലാതെ തന്നെ നിനക്ക് വേണ്ടത് കിട്ടുന്നുണ്ടല്ലോ.